നമസ്കാരം, ആയുർദർശൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് അധിക പേരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഉറക്കം കിട്ടുന്നില്ല പ്രോപ്പറായിട്ട് എന്നുള്ളത്. അപ്പം നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് അതിന് ആദ്യമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ളൊരു സ്ലീപ്പിംഗ് ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അതായത് ഒരു നിശ്ചിത സമയത്ത് ഉറങ്ങണം, നിശ്ചിത സമയത്ത് എണീക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മളൊരു ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ചിലർ ഈ അധികം ഉറങ്ങാൻ കിടക്കുന്ന സമയം വരെ, ഉറക്കം വരുന്നത് വരെ സ്ക്രീൻ ടൈം കൂടുതലാക്കിയിട്ട് വെക്കുന്നത് കാണാറുണ്ട്. അതായത് കൂടുതൽ നേരം TV, ഫോൺ എന്നിവ ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കുന്നതാണ് നല്ലത്. കാരണം ഉറക്കത്തിന് ഇൻഡ്യൂസ് ചെയ്യുന്ന ഹോർമോണായിട്ടുള്ള മെലാട്ടോണിൻ്റെ പ്രൊഡക്ഷൻ ആ സമയത്ത് കുറയുകയും ഇപ്പം അതിൻ്റെ ഫലമായിട്ട് ഉറക്കം കുറയാനുള്ള ടെൻഡൻസിയാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ കൂടുതൽ അമിതമായിട്ടുള്ള ടെൻഷൻ, സ്ട്രെസ്സ്, ജോലി ഭാരം തുടങ്ങിയവ ഉള്ളവരാണെങ്കിൽ കൂടുതൽ വായനാശീലം ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് സൂത്തിങ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ കേൾക്കുന്നതും വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണ കാര്യത്തിലാണ്. ഇപ്പോൾ ഉറങ്ങുന്നതിന് മുൻപ്, അതായത് നമ്മളൊരു മിനിമം ഒരു 2-2.5 മണിക്കൂർ മുന്നെയെങ്കിലും ഭക്ഷണം കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കുക. ദഹനം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണത്. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പ്രോപ്പറായിട്ടുള്ള ഉറക്കം ലഭിക്കാൻ വേണ്ടിയിട്ട് യോഗ, പ്രാണായാമം മുതലായ ടെക്നിക്കുകൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപേ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഉറങ്ങാൻ തിരഞ്ഞെടുക്കുന്ന മുറി എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം. അധികം സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കരുത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത്. അതുപോലെ കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഉറങ്ങുന്നതിന് മുൻപ് ഇളം ചൂടുള്ള പാല് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് അശ്വഗന്ധ മുതലായിട്ടുള്ള ചൂർണങ്ങളൊക്കെ പാലിലേക്ക് ചേർത്ത് ഉപയോഗിക്കാം. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കഴിക്കുന്നത് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ അതുപോലെ നെറ്റിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെർബൽ പൗഡേഴ്സ് അവൈലബിൾ ആണ്. അത് അതിൻ്റെ മീഡിയത്തിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറയാറുണ്ട്. പിന്നെ കാലിൻ്റെ അടിയിൽ, അതായത് ഉള്ളം കാലിൽ എള്ളെണ്ണ കൊണ്ടുള്ള ഒരു ചെറുതായിട്ടുള്ളൊരു മസാജ് കൊടുക്കുന്നത് ഉറക്കത്തെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്.